ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകത്തിൻ്റെ മുൻപിൽ ഞാനൊന്നുമല്ലെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വിലപ്പെട്ടവനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധരെ പോലെ കർത്താവായ ദൈവമേ, ഞാൻ എന്ന ഭാവം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി തീരാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിനൊരു പരിവർത്തനം ഈ തിരുവചന ധ്യാനത്തിലൂടെ അങ്ങ് അത് സഫലമാക്കി തരണമേ. പരിശുദ്ധ അമ്മേ, സകല മോക്ഷവാസികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 12-17 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നവൻ്റെയും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള, നമ്മൾ ബാല്യത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്, പണ്ഡിതനും പാമരനും എന്ന് പറയുന്ന കഥ. നമ്മൾ ഒരുപാട് തവണ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ധ്യാനപൂർവ്വവും അതല്ലെങ്കിൽ ഒരു ഗുണപാഠം കണക്കൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെയുള്ള ഒരു കാര്യമാണ്. എന്നാലും ഈ ഒരു സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ ആ കഥയൊക്കെ വീണ്ടും പ്രസക്തമാവുന്നത് ഓർമ്മ വരാം. പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. വള്ളത്തിൽ കയറുന്ന ഒരു പണ്ഡിതനായ മനുഷ്യൻ, ഒന്നും അറിയാത്ത പാവപ്പെട്ട പാമരനായ ഒരു മനുഷ്യൻ, അതിൻ്റെ കടത്തുകാരൻ. ഈ വഞ്ചിയിൽ കയറിയ സമയം തൊട്ട് ബുദ്ധിജീവിയായ പണ്ഡിതനായ ഈ മനുഷ്യൻ ഇങ്ങനെ ആ കടത്തുകാരൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് അദ്വൈത ഫിലോസഫി അറിയോ? ദൈവം ഒന്നാണെന്ന് നിനക്കറിയോ? ദൈവത്തിൽ ട്രിനിറ്റേറിയൻ ആസ്പെക്റ്റ് ഉണ്ടെന്ന് അറിയോ? അങ്ങനെയൊക്കെയുള്ള കടികട്ടിയായ കുറേ ചോദ്യങ്ങൾ ഈ ബുദ്ധിജീവിയായ പണ്ഡിതൻ ഇങ്ങനെ ഈ പാമരനോട് അല്ലെങ്കിൽ ആ കടത്തുകാരനോട് ഇങ്ങനെ ചോദിക്കാം. ഈ ചോദ്യത്തിനൊക്കെ ഇദ്ദേഹം ഇങ്ങനെ താഴ്ന്ന് പറയുന്ന രീതിയിൽ ഒന്നിനും ഉത്തരം കൊടുക്കാനായിട്ട് പറ്റണില്ല. ബുദ്ധിജീവിയായ ഈ മനുഷ്യൻ ചോദിക്കണോ, അതറിയോ? അവൻ പറഞ്ഞു, അറിയില്ല. ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് അറിയോ? ഇല്ല. ഇപ്പം എല്ലാം കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ബുദ്ധിജീവിയായവൻ പറഞ്ഞിട്ട്, നിനക്ക് ഒരു ലോകവിവരവും ഇല്ലല്ലോ, നീയൊക്കെയാണോ മനുഷ്യൻ, നീ എന്നെ കണ്ടു പഠിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ കുറേ നേരം കേട്ടിട്ട് കടത്തുകാരൻ ഒന്നിനും ഉത്തരമില്ലാതെയൊക്കെ ഇങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടാവണ ഒരു അനുഭവം ഉണ്ടാവണേ. അപ്പം ഈ ബുദ്ധിജീവിയായ മനുഷ്യൻ്റെ അടുത്ത് ഈ കടത്തുകാരൻ ഒരു ചെറിയ ചോദ്യം വളരെ ശാന്തമായിട്ട് ചോദിക്കുക, നീന്തലറിയോ? അങ്ങേക്ക് നീന്തലറിയോ? അപ്പം ഇത് ആദ്യത്തെ ഈ ബുദ്ധിമാനായ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാണ്ടിരിക്കുമ്പോൾ ഇവനിങ്ങനെ നിൽക്കണ പോലെ അല്ല ഈ ബുദ്ധിജീവിയായ മനുഷ്യൻ പറയണേ, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയാം, അതൊഴിച്ച് ബാക്കി എനിക്ക് ലോകത്തിലെ എല്ലാം അറിയാമെന്ന് പറയുമ്പോൾ പാവം ഈ കടത്തുകാരൻ പറഞ്ഞു, എന്നാ കാര്യം കഷ്ടാട്ടോ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതറിഞ്ഞില്ലെങ്കിൽ കാര്യം തീർന്നു. അറിഞ്ഞില്ലെങ്കിൽ കാര്യം തീർന്നു എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ തീരണത് കടത്തുകാരൻ പതുക്കെ ഈ വെള്ളത്തിൽ വീണ ഈ മനുഷ്യനെ, ബുദ്ധിജീവി എന്ന് പറയണ സ്വയം വിശേഷിപ്പിക്കുന്ന ഈ അഹങ്കാരിയായ മനുഷ്യനെ പതുക്കെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റുന്നതോട് കൂടിയിട്ട് ആ ഭാഗം ഇങ്ങനെ തീരുന്നു. ഗുണപാഠം പോലെ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ എന്ന് പറയണ ഭാവം സൂക്ഷിക്കണ ആ ബുദ്ധിജീവിക്ക് ജീവിതത്തിൻ്റെ ചില പാഠങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പാമരനൊന്നും അറിയാത്ത അല്ലെങ്കിൽ ആ കടത്തുകാരന് ഒന്നും അറിയാത്ത മനുഷ്യനാണ്. പക്ഷെ ഒരു സാധാരണയായിട്ടുള്ള രീതിയിൽ ഞാനെന്ന് പറയുന്ന അഹങ്കാരം ഇല്ലാതെ ജീവിച്ചവൻ പിന്നെയും കുറേ നാൾ ജീവിക്കാന്ന് പറയാം. എനിക്ക് അതിൻ്റെ പേരലായിട്ട് എപ്പോഴും തോന്നാറുണ്ട് കർത്താവ് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം. ശരിക്കും കർത്താവ് എല്ലാവരെയും അത്രയും നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ട് വിളിച്ചിട്ടുള്ളൂ. എല്ലാവരെയും ആര് വിളിച്ചാലും അവരുടെ അപ്പൻ്റെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈശോ ഈ സുവിശേഷ ഭാഗത്തിൽ ഒരാളെ ഇങ്ങനെ ധനികനായൊരു മനുഷ്യനിങ്ങനെ ബോഷ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കളിയാക്കാം.
നിന്നെപ്പോലൊരു കടും പൊട്ടെന്ന് പറയുന്ന രീതിയിൽ അത്രയും മോശമുള്ളൊരു വാക്ക് പറഞ്ഞിട്ട്, ബോഷ എന്ന് പറയുന്നത് അവരുടെ കൾച്ചർ അനുസരിച്ച് അത്രയും ഒരു ചീത്ത എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലത്തെ ഒരു കാര്യം. അതാണ് കർത്താവ് ഈ ഒരു മനുഷ്യനെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം ഈ മനുഷ്യനെ നോക്കി വിളിച്ചു, മുഖത്ത് നോക്കി വിളിച്ചു എന്നതിന് ഉത്തരം പറഞ്ഞ് കണ്ടെത്തുന്നത് ഈ ഭാഗത്ത് തന്നെ ഒരു 10 സെന്റൻസിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇവൻ അഹങ്കാരിയായ മനുഷ്യനായ, അഹങ്കാരിയായ ധനികനായതിൻ്റെ പേരിലാണ് അവനെ അവിടെ നിന്ന് എടുത്ത് ദൂരേക്ക് മാറ്റുന്നത്. അത് വെറുതെ ഒന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ടൊന്നൊരു ക്രോസ് ചെക്ക് ചെയ്യുന്ന രീതിയിൽ പോയിട്ട് ഈ വചനം ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കി നമുക്കത് കറക്റ്റ് കിട്ടും. 12-ാം അധ്യായത്തിൻ്റെ അതിലൊരു 17 മുതൽ ഏതാണ്ട് 21 വരെയുള്ള തിരുവചനങ്ങളിൽ, അതായത് 17 തൊട്ട് 18, 19, 20, 21 4 സെന്റൻസ് കൊണ്ട് ഈ മനുഷ്യൻ 7 തവണ ഞാൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കഴിവ്, ഞാനാണ് ഇതിൻ്റെ ആള്, ഞാൻ ഇങ്ങനെ ഒരു അറപ്പുര ഉണ്ടാക്കും, അതിൽ ഇന്ന കാര്യം ചെയ്യും, ഞാൻ സ്വസ്ഥമായിട്ട് ആനന്ദിക്കും, ഉല്ലസിക്കും, ഒക്കെ 7 വാക്കുകൾ ഇദ്ദേഹം ഞാൻ എന്ന് പറയാം. ഇങ്ങനെ അഹങ്കാരം കാണിച്ചതിനാണ് കർത്താവ് അവൻ്റെ അടുത്ത് പറയണത്, എൻ്റെ മോനെ നീ ഇങ്ങനെ അഹങ്കാരം കാണിച്ചാൽ നിനക്ക് എന്താ ഉണ്ടാവുക? നിനക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് രാത്രി ഈ പറയുന്ന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ നിന്റെ ആത്മാവിനതിങ്ങനെ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ നിന്റെ ജീവിതം? ഇതൊക്കെ വെള്ളത്തിലായില്ലേ എന്ന് പറഞ്ഞിട്ട് ആ കടത്തുകാരൻ്റെ പാരലലായിട്ടുള്ള കഥ, എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം വായിച്ചിട്ടാന്ന് തോന്നുന്നത് അങ്ങനെ ഒരു കഥ പോലും രൂപപ്പെട്ടെന്ന് ചിന്തിക്കാം. അപ്പം ഈ 2 ഭാഗങ്ങളൊന്ന് ഒരു ചെറിയൊരു കഥയിലൂടെയും ഈ കർത്താവിൻ്റെ തിരുവചന സന്ദേശത്തിലൂടെയൊക്കെ നമ്മളോട് ഈ സുവിശേഷം ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. ഇപ്പോഴും നീ പിടിച്ചിരിക്കുന്ന അവസ്ഥയിലൂടെ തന്നെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കണേ? ഞാനെന്ന് പറയുന്ന ഒരു ദുർബോധം നിന്നെ വേട്ടയാടുന്നുണ്ടോ എന്നുള്ളത് സ്നേഹമുള്ളവരെ സത്യമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്നാൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയണം. എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ദ്വീപ് പോലെ ഞാൻ ആയിക്കൊണ്ടിരിക്കണു എന്നുള്ളതാണ്. എല്ലാം വിരൽത്തുമ്പിലല്ലേ നമുക്കിന്ന്? എല്ലാം വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് വേറെ സൗഹൃദങ്ങളില്ല, വേറെ കാര്യങ്ങൾ ആശ്രയിക്കേണ്ടതായിട്ടില്ല, ഒന്നും ആശ്രയിക്കാത്ത ഒരു തുരുത്ത് പോലെയുള്ള ഒരു ജീവിതമായിട്ട് നീ തീരുക. ഇത് ഈശോ പറയാ, അങ്ങനെ ജീവിക്കണ ഒരാൾക്കും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഈ പറയുന്ന സുവിശേഷ ഭാഗത്തിൽ ധനികനായ യുവാവിനെ കർത്താവ് ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടത്തിവിടുന്നുണ്ട്. ആ ലാസറിന്റെയും ധനവാന്റെയും കഥ പറയുമ്പോഴും കർത്താവ് ഇത് പറയാം, ലാസറിനെ സ്വർഗത്തിലേക്ക് എടുക്കുക, ധനവാൻ അവിടെ നിന്ന് പതുക്കെ തട്ടിയിടുക. ഈ ധനവാൻ ഒന്നും മോശമായിട്ട് ചെയ്തിട്ടില്ല, അവനോട് അവിടെ കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ഒരു സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെയുള്ള ഈ യാചകരായിട്ടുള്ള മനുഷ്യരെ ഇറക്കി വിടുക. ഇപ്പൊ പോലും നമ്മൾ കാണുന്നില്ലേ നിരോധിത മേഖല, യാചക നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുപ്പിക്കണില്ല. അന്നത്തെ കൾച്ചറിൽ അത് അത്രയും സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ധനികൻ ഇദ്ദേഹത്തെ വീടിന്റെ പരിസരത്ത് കെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ അയാൾ കഴിക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാ ധനികനായ മനുഷ്യൻ നരകത്തിലും ഈ പാവപ്പെട്ട ലാസർ സ്വർഗത്തിൽ എത്തുന്നതിൻ്റെ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിക്കുമ്പോൾ, ഈ പാവപ്പെട്ട മനുഷ്യനായ ലാസർ അത്രയും എന്താ പറയുക, ഞാനെന്ന് പറയുന്ന ഭാവമില്ലാതെ ജീവിച്ച മനുഷ്യനായിരുന്നു. ഞാനെന്ന് പറയുന്ന ഭാവത്തോടെ ജീവിച്ച ധനവാനെയാണ് ദൈവം എടുത്തു കളഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ്. കാരണം എന്താ, ഈ ധനം കയറുമ്പോൾ അതല്ലെങ്കിൽ അഹങ്കാരിയായിട്ട് തീരണ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് നീതിയോടെ നിൽക്കാനായിട്ട് പറ്റില്ല. അവൻ്റെ ലോകത്തിൽ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യത്തെ മേഖലയിലേക്ക് നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിക്കണത് ഇത്രയേ ഉള്ളൂ. നിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഭാവം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ നീ വിലയുള്ളവനല്ല. കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവനാവണമെങ്കിൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവണം. നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയൊക്കെ തന്നെയോ അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് ഒരാൾ ചോദിച്ചു, നിനക്ക് ഈ ലോകത്തിൽ ആരെയും ഏറ്റവും ഇഷ്ടം? അപ്പോൾ അവനിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ ഇഷ്ടം. അപ്പോൾ ആ പറയുന്ന അടുത്ത ആൾ ചോദിച്ചു, അത് നിന്നെ കഴിഞ്ഞിട്ട് അടുത്ത ആരാ ഇഷ്ടം കൂടുതൽ? അപ്പോൾ അവൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്നെ കഴിഞ്ഞിട്ട് വേണ്ടേ? അതായത് എന്നെ സ്നേഹിച്ചിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് തീർന്നിട്ടില്ല, പിന്നെ ഞാനൊരാളെങ്ങനെയാ മറ്റൊരാളെ സ്നേഹിക്കുക എന്ന് പറയുന്ന സെയിം സിറ്റുവേഷൻസ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കൾച്ചറിലാണ് സ്നാപക യോഹന്നാനെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ധ്യാനിക്കേണ്ടത്. സ്നാപക യോഹന്നാൻ പറയുന്ന കാര്യം എന്താ, ഞാൻ ഇല്ലാണ്ടായിക്കോട്ടെ അവൻ വലുതായിക്കോട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൻ്റെ. ഇതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി കൊണ്ടുവരുന്നത്. നിങ്ങൾ ഏത് വിശുദ്ധരെ എടുത്തോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ലൈഫ് തന്നെ എടുത്തോ, ഈശോ എന്ന് പറയുന്ന ആള് ഇല്ലാണ്ടാവുക, വേറൊരാൾ രൂപപ്പെടുക. പരിശുദ്ധാത്മ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സഹായകം വരിക. കർത്താവ് പറയണത് ഞാൻ തന്നെ വീണ്ടും വരുന്നുള്ള
വ്യാഖ്യാനത്തിനേക്കാൾ ഉപരിയായിട്ട് പറയുന്ന കാര്യം എന്താ? ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും, അവൻ നിങ്ങളെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നു പറയാം. ഞാൻ ഇല്ലാണ്ടാവുക. സ്നാപയോഹൻ പറയുന്ന വാചകം സെയിം ഇതല്ലേ? ഞാൻ പറയണ എന്താ, ഞാനെന്ന് പറയുന്ന ആളില്ല, അവൻ്റെ ചെരുപ്പിൻ്റെ പാറഴിക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. വേണമെങ്കിൽ ഷൈൻ ചെയ്യായിരുന്നു അവരുടെ മുമ്പിൽ നിന്നിട്ട്. അവർ ചോദിക്കുന്നുണ്ട് നീയാണോ അങ്ങനത്തെയൊക്കെ ആളെന്ന് പറയുമ്പോൾ അവർ വേണമെങ്കിൽ പറയും ഞാൻ പ്രവാചകനാ, ഇത്ര ക്വാളിറ്റി എനിക്കുണ്ട്, ഇത്ര ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്യായിരുന്നു. പക്ഷേ സ്നാപയോഹന്നാൻ അങ്ങനെ ഒരു വേർഡ് പോലും ഉപയോഗിക്കണില്ല. മറിച്ച് അവനെക്കുറിച്ച് പറയാതെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അടുത്തുള്ള ആളെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ ഒരു കൂടെ നിൽക്കുന്ന ആളെക്കുറിച്ചാണ്. അപ്പം ഇതൊന്ന് ക്രിസ്ത്യാനികളായ നമുക്ക് ഒന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു ലോകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ പേരിനും എൻ്റെ പ്രശസ്തിക്കും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കൊന്ന് നിർത്താൻ സ്നേഹമുള്ളവരെ പറ്റുമോ? നമ്മുടെ പേരിൽ തന്നെ നമ്മൾ ഫ്ലെക്സ് അടിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ CD-യുമേ നമ്മുടെ കവറുമേ നമ്മൾ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കണേ? സാധകന്റെ സഞ്ചാരം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഒരുപക്ഷെ ലോകം മുഴുവൻ ഒരു ക്ലാസിക് വർക്ക് പോലെയൊക്കെ ആയിട്ട് കാണുന്നത്. ആത്മീയ മേഖലയിൽ ഒത്തിരി സഹായിക്കുന്ന പുസ്തകം ഈ സാധകന്റെ സഞ്ചാരം. പക്ഷേ ആ പുസ്തകത്തോട് ഇത്രയും സ്നേഹം തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ പുസ്തകം എഴുതിയ ആരാണ് ഇത്ര നാളായിട്ട് ലോകത്തിൽ ആർക്കും അറിയില്ല. അത് എഴുതിയ ആള് ബോധപൂർവ്വം അത്രയും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഈ എഴുതിയതൊന്നും എൻ്റെ കഴിവല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ സാധകന്റെ സഞ്ചാരം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ഞാനാന്ന് പറഞ്ഞിട്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അവൻ എഴുതിയിടായിരുന്നു. ഇത് എഴുതിയ ആൾക്ക് അദ്ദേഹം ചെയ്തിട്ടില്ല. അത് ആ സാധകന്റെ സഞ്ചാരം എന്ന് പറഞ്ഞ പുസ്തകത്തുമേ അതിൻ്റെ ഓദർ അൺനോൺ എന്ന് പറഞ്ഞേക്കുക. അത് എഴുതിയ ആൾക്ക് ഇത്രയും എഴുതാമെങ്കിൽ ആ ഒരൊറ്റ വരി കൂട്ടിച്ചേർക്കായിരുന്നില്ലേ? ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? ഞാനല്ലെന്നേ, എനിക്ക് വളരണ്ട, എനിക്കിതൊന്നും ആവണ്ട, മറിച്ച് ഇത് വായിക്കുന്നവർ ആത്മീയമായിട്ട് ഉണരാം. ഇത് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ തപ്പിയെടുത്ത് വായിക്കേണ്ടത് നല്ലതാണ്. സാധകന്റെ സഞ്ചാരം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ഒരു തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി നമ്മളൊക്കെ ഭേദപ്പെട്ട മനുഷ്യരായിട്ട് തീരും. അതിൽ ഇദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചേക്കണ കാര്യം പറയണത് ഒരിക്കലും ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടല്ലതൊന്നും തുടങ്ങിയേക്കണതേ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മുഴുവൻ ഇങ്ങനെ ഒരു ആത്മീയതയുടെ ഒരു ലോകത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മളിതിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ആ ഒരു പലപ്പോഴും നമ്മൾ ഓർത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ പ്രോഡിഗൽ സണ്ണിൻ്റെ, അല്ലെങ്കിൽ സൺ എന്നുള്ള വാക്ക് മാറിയിട്ട് വരുന്നതും സിൻ എന്നുള്ള വാക്കും തമ്മിൽ ഒരു നല്ലൊരു ബന്ധമില്ലേ? ഇംഗ്ലീഷിലൊന്നും എടുത്ത് നോക്കിയാൽ SIN എന്ന് പറയുന്നത് സിൻ. ഐ എന്ന് പറയണ സാധനം ഇങ്ങനെ മുകളിലിട്ട് നിൽക്കുമ്പോൾ അവിടെ പാപത്തിൻ്റെ അവസ്ഥകൾ കൂടിക്കൊണ്ടിരിക്കുക. SONO സീറോ ആയിട്ട് തീരുക. സീറോ ആയിട്ട് തീരുമ്പോൾ ഈ ബിഗ് സീറോ ആവുമ്പോൾ ഈശ്വരനിലൂടെ പ്രവർത്തിക്കുക. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ആ കഴുതേനെ തിരഞ്ഞെടുക്കണേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തൃശ്ശൂർ അതിരൂപതയിൽ ഒരു സമ്മാനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ വർഷത്തെ ഏറ്റവും നല്ല കഴുതകൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മാനം കൊടുക്കുക. കർത്താവിനെ ശിരസിലേറ്റിയവർ, അല്ലെങ്കിൽ കർത്താവിനെ ശരീരത്തിലേറ്റിയവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ളവർക്കൊരു സമ്മാനം കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കാണ്. എന്നിട്ട് അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയാണ് ഇവരത്രയും ഇല്ലാണ്ടായതുകൊണ്ട് സംഭവിച്ച കാര്യം എന്നുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു മേഖലയിൽ കുറവുണ്ടെങ്കിൽ ഇന്നത്തെ സുവിശേഷം പറയുന്നുണ്ട്, നീ ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കില്ല. നിനക്കൊരു തടസ്സമാണെന്ന് ചിന്തിച്ചിട്ട് നീ അങ്ങനെയുള്ള പറയണ അനുഭവങ്ങളുണ്ടോ എന്ന് ആലോചിക്കുക. ഒന്ന് വെറുതെ ഗൗരവപൂർവ്വം ഇപ്പോൾ ഈ സമയത്ത് ഓർക്കേണ്ടത്, ഞാൻ എന്ന് പറയുന്ന വാക്കൊരു ദിവസം നീ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനെന്ന് പറയുന്ന വാക്കാണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചിലരൊക്കെ അവരുടെ പേര് പറഞ്ഞിട്ട് ഞാനുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ പേരുണ്ടല്ലോ, എൻ്റെ കുടുംബം ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നവർ ദയവായിട്ട് അത് നിങ്ങൾക്ക് മുൻപിൽ തന്നെ നിങ്ങളൊരു ആക്ഷേപമായിട്ട് തീരുക എന്നുള്ളതാണ്. നമുക്കിങ്ങനെ നമ്മളുടെ വാക്കുകളും നമ്മുടെ പേരുകളും ഒക്കെ ഒന്ന് പറയുന്നത് നിർത്താനുള്ള ഒരു കൾച്ചർ നമുക്കുണ്ടാവണം. ചിലരോടൊക്കെ നമുക്ക് തോന്നുന്ന സ്നേഹം എന്താ? അവരുടെ അടുത്ത് നമ്മളിരിക്കുമ്പോൾ അവരൊരിക്കലും അവരെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ സൈക്കോളജിസ്റ്റിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കുറച്ചു നേരം കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന കൗൺസിലർ ഇത് പഠിച്ചിട്ടുള്ള, എവിടെ പോയി പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വേണമെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ 100 ഉണ്ട്. പക്ഷെ അവർ പറയില്ല. നിങ്ങളെക്കൊണ്ട് തന്നെ അത് പറയിപ്പിച്ച് പതുക്കെ ആ പ്രോബ്ലം സെറ്റിൽ ചെയ്യാം. അതെന്താണ്? അതൊരു തരം ടെക്നിക്കല്ലേ? നീയല്ല വേണ്ടത്. നിന്നെക്കുറിച്ച് നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഒരിക്കലും ഒരു സ്പേസ് നിൻ്റെ മുമ്പിൽ രൂപപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെടുത്തോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയണത് ഈ ഒരു മേഖലയിലാണ്. ഒരിക്കലും അവരെക്കുറിച്ച് പറയില്ല, അവർ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ
എങ്ങനെ ഒരാൾക്ക് ഞാനെന്ന് പറയുന്ന ഭാവം കുറയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു 1-2 കാറ്റഗറി ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഇല്ലാണ്ടാവാനുള്ള ഒരു കാര്യം എന്നുള്ളത് മറ്റൊരാളെ കുറേയും കൂടി ഒബ്സർവ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറേയും കൂടിയും അവരായിരിക്കുന്ന രീതിയിൽ അവരെ അംഗീകരിച്ചും അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ഒരു കെയർഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇല്ലാണ്ടായിട്ട് തീരും. അത് നമുക്കിങ്ങനെ വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. ഇങ്ങനെ ഇത്രയും നാൾ നിന്നിൽ തന്നെ കേന്ദ്രീകൃതമായ നീ ഇങ്ങനെ അപരനിലേക്ക് നീ ഒരു കാൽ വെച്ച് നോക്കി, വെറുതെ ഒന്ന് ചെയ്തു നോക്കുക. അവനെ ഒന്ന് കെയർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവളെ ഒന്ന് കെയർ ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ നിന്നിൽ ഒരു വെട്ടം വന്ന് നിറയണത് നീ കാണപ്പെടും. നിൻ്റെ ഉള്ളിൽ നീ അത് അനുഭവിക്കുന്നത് നിനക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പം നീ ഇതിനെ ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം മറ്റുള്ളവരെ കുറേയും കൂടി കെയർ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ വേദനയിൽ അവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. ചില സങ്കടങ്ങൾ പോലും നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഇപ്പം നിന്നെ തന്നെ നിനക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റണത് അല്ലെങ്കിൽ ഒരു വലിയ ക്രൈസിസിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താ? അപരനെ നോക്കിയിട്ട് ഇതിനേക്കാൾ വേദന അനുഭവിക്കുന്നവരില്ലേ, ഇതിനേക്കാൾ വേദന അനുഭവിക്കുന്നവരില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ വേദന കുറയുന്നുണ്ട്. അതൊരു കോമൺ ടെൻഡൻസി അല്ലേ? നമ്മളൊക്കെ എവിടേക്ക് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മോർണിങ്ങിനെ ഷൂവിന് വേണ്ടിയിട്ട് പുതിയൊരു ഷൂവിന് വേണ്ടിയിട്ട് അപ്പയുടെ അടുത്ത് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. പുതിയ സ്കൂൾ തുറക്കുക, എനിക്ക് പുതിയ ഷൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ അപ്പയുടെ പോക്കറ്റിൽ നോക്കുമ്പോൾ ഈ മോന് കൊടുക്കാനുള്ള അത്രയും പൈസ ഇല്ലാണ്ടാവുക. ഉള്ള പൈസ കൊടുക്കുമ്പോൾ ഇത് വാട്സാപ്പിൽ മേടിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മോൻ പുറത്തേക്ക് ഇറങ്ങി പോവുക. പുറത്തിറങ്ങി പോകുമ്പോൾ അവൻ കാണുന്നത് ഇങ്ങനെയാണ്. ഇവൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് കാലില്ലാത്ത ഞുണ്ടിക്കാൽ വെച്ച് നടക്കുന്നത് കാണുക. അപ്പോൾ ഇവനൊരു തിരിച്ചറിവാവുക. ഷോ, അവനെ ചിന്തിച്ചപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വ്യത്യാസമാണ് എൻ്റെ ജീവിതം എന്ന് പതുക്കെ അവനിലേക്ക് വരിക. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ നമ്മൾ കുറച്ചധികം നേരമൊക്കെ ഒന്ന് മിഴിപൂട്ടിയിരുന്ന് ഈ ഒരു കാര്യം ഒന്ന് ഓർക്കണം. അങ്ങനെയൊക്കെയുള്ളവർ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോഴൊക്കെയുള്ള നമ്മുടെയൊക്കെ വീടുകളിലൊക്കെയുള്ള സങ്കടം 2 നേരം കറിയൊക്കെ കഴിച്ചിട്ട് കൂട്ടുമ്പോഴൊക്കെ അതിലുപ്പില്ല മിളകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കുറേ കാര്യങ്ങളുടെ പേരിലൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ ഓർത്തോളൂ, ഇതിന് പോലും പറ്റാത്തവരൊക്കെ ഇപ്പോഴും ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ട്. 3 നേരം വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ടുള്ളവരുടെ നാട്ടിലൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണ് നിറയണതൊക്കെ ചില അനുഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. സ്കൂൾ വർക്കിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ പള്ളിയിലേക്ക് വന്നിട്ട് മറ്റു മതത്തിലുള്ളൊരു മകൻ വന്നിട്ട് ചോദിക്കുക, അച്ഛൻ നിങ്ങളുടെ പള്ളിയിൽ പുസ്തക വിതരണമൊക്കെ ഉണ്ടോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ, ഈ വർഷം കൊടുക്കണില്ലേ? സമയമായല്ലോ. 3 പുസ്തകവും 3 പേനയും കുറച്ച് പഠന ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കണതേ. എന്നിട്ട് അതിനാഗ്രഹിച്ചിട്ട് 1 വർഷം കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ ലോകത്തിലുണ്ട്, മക്കളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞിട്ട് പോയിട്ട് പറയാച്ച, യൂണിഫോം എടുക്കാൻ പൈസ ഇല്ലേ മക്കൾക്ക്? അങ്ങനെ ഇല്ല എന്ന് പറയണ നാട്ടിലെ സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളൊക്കെ ജീവിക്കണേ. എന്നിട്ട് നമ്മൾ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർത്തേ, ഒരു ചെറിയൊരു സങ്കടം കൂടി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖല ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് ആരും കുറ്റപ്പെടുത്താനോ ഒന്നും വേദനിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല. അത് ഈ വിശുദ്ധ നാട് സന്ദർശിക്കുക എന്നൊക്കെയുള്ളതൊരു വലിയൊരു മേഖലയുണ്ട് നമുക്കൊക്കെ. കുറേ പേരെങ്കിലുമൊക്കെ അതോട് പോണ്ടാന്നോ ഒന്നും അല്ല അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോണം. ഈശോ ജനിച്ച് വളർന്ന നാടും പരിസരവും ഒക്കെ കാണുന്നതൊക്കെ സത്യമാണ്. ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ഒരു പത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് സാധ്യതയുണ്ട് ഇതിലൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കർത്താവിൻ്റെ ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും എല്ലാവരും കൂടിയിട്ട് പോവാം വിശുദ്ധനാട് സന്ദർശിക്കാനൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ചോദ്യം ഇങ്ങനെ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓർക്കുക. അവിടേക്ക് പോകാൻ ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് താഴെ ചിലവുണ്ട്. 85,000 രൂപയിലൊന്നും ഒരാൾക്കും ഇന്ന് വിശുദ്ധനാട് സന്ദർശിച്ച് പോരാനായിട്ട് പറ്റില്ല. ചിലരൊക്കെ വലിയ ആവശ്യത്തോടെ പറയേണ്ട, അച്ഛൻ കണ്ടിട്ടില്ല വിശുദ്ധനാട്, ഞങ്ങൾ അന്ന് പോയിട്ടുണ്ട്, ഞങ്ങൾ ആ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ അത് നമ്മൾ ഇട്ട് കണ്ട്, ഇത് ഞാൻ അവിടെ പോയ സ്ഥലം, ഇത് ഞാൻ ഇവിടെ ഒക്കെ നല്ലതാണേ. അതിൻ്റെ ഒപ്പം ഓർക്കണം, ഈ 85,000 രൂപ ഉണ്ടെങ്കിലേ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കളെ കെട്ടിച്ചയക്കാൻ ആലോചിച്ചിരിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഉള്ള നാടായത്. ആ നാട്ടിൽ നിന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ സങ്കടത്തോടു കൂടി ഓർക്കുക. പോണ്ടാന്നോ വിശുദ്ധനാട് സന്ദർശിക്കേണ്ടെന്നോ ഒന്നും അല്ല അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതൊക്കെ കുറച്ചൊക്കെ ഞാനെന്ന് പറയണ തല ഉയർന്നതിൻ്റെ പേരിലാണ്. 2.5 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് യൂറോപ്പിലേക്കൊക്കെ പോണ ക്രിസ്ത്യാനികളായി നമ്മളൊക്കെ അവിടെയൊക്കെ പോയിട്ട് 1 മാസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോണവരോട് ദയവായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സങ്കടവും വിഷമത്തോടു കൂടിയിട്ടാണ് പറയണേ.
അതൊന്നും ഞാൻ വളരുന്നില്ല എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഭാവത്തിൻ്റെ ഒക്കെ ഒരു തെളിവാന്നുള്ളത് മനസ്സിലാക്കിക്കോ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാൾക്കൊരു ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുക്കാനില്ലാതെ ഞാൻ ഈ കെട്ടിപ്പോക്കുന്ന വീടുകൾക്കൊക്കെ എന്തൊരു അർത്ഥമുള്ളത് സ്നേഹമുള്ളവരെ. അവിടെയൊക്കെ ഈശോ വരുന്നുള്ളത് തോന്നുന്നുണ്ടോ? ചിലപ്പോഴൊക്കെയുള്ള വലിയ പള്ളികളൊക്കെ കാണുമ്പോഴും സങ്കടമാണ്. ഉള്ളിൽ കാണുന്ന ഇതുപോലെയൊക്കെയുള്ള ഹഷ്പുഷായിട്ടുള്ള കാര്യങ്ങൾ, ദേവാലയങ്ങളൊക്കെ വേണം നമുക്ക്, ക്രിസ്ത്യാനിറ്റിയുടെയും ഒക്കെ ചൈതന്യമാണ്. പക്ഷേ ഇതൊക്കെ ഒന്ന് കാണാതെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണത് ഞാൻ എന്ന് പറയുന്ന ഭാവത്തിൻ്റെ അഭാവമാണ്. പറഞ്ഞതിൻ്റെ ഈ വ്യാഖ്യാനത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും കളയണില്ല. എൻ്റെ ഒരു തലം കൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്തുക. ഞാൻ എന്ന് പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോഴാണ് ഞാനില്ലാണ്ടാവുള്ളൂ. അത് പറയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മാത്രം. രണ്ടാമത്തെ കാര്യം, ദൈവവുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. ഈശോ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ ക്ഷണിച്ച് തുടങ്ങുന്ന സമയത്ത് പിന്നെ നീ ഇല്ലാണ്ടാവുമെന്ന് മനസ്സിലാക്കാം. ദൈവമായിട്ടൊരു സൗഹൃദത്തിൻ്റെ വസന്തകാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവമായിട്ടുള്ളൊരു സൗഹൃദം നീ സൂക്ഷിക്കുന്നിടത്തോളം കാലം പിന്നെ ഒരിക്കലും നിന്നെക്കുറിച്ച് നിനക്ക് ഓർക്കാൻ നേരില്ല. അത് ഈ ശരിക്കുള്ളൊരു ആഴമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു പോകണവരെന്ന് ചിന്തിച്ച് നല്ല ആഴമായ ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ദമ്പതികൾ എടുക്കുക. അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് ആഗ്രഹം, അവരൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാൻ അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവരെക്കാൾ ഇഷ്ടമുള്ളത് തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിളമ്പാനുള്ളൊരു താല്പര്യമാണ്. ഇത് ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നീ എടുക്കുക. നീ ആ സമയത്ത് ഈശോയെ നീ നിൻ്റെ ഒരു സുഹൃത്തായിട്ട് നീ സ്വീകരിക്കുന്ന സമയം തൊട്ട് പിന്നെ നീ ഇല്ല, മറിച്ച് ഈശോ വളരണ ഒരു ആത്മീയത ഉണ്ടാവും. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നീ എന്താ പറയുക ഒരു ബോഷണ എന്ന പേരിൽ നിന്നെ അറിയപ്പെടാതിരിക്കാനായിട്ട് വേണ്ടു. ഒന്ന്, മറ്റുള്ളവരോട് ഇങ്ങനെയൊന്ന് ഞാൻ എന്ന് പറയണ ഭാവത്തൊക്കെ വിട്ട് അവരെയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത്, ഈശോ എന്ന് പറയുന്ന സുഹൃത്തിനെ ജീവിതത്തിലേക്ക് ചേർക്കുക. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ശ്രവിച്ച ഈ തിരുവചനത്തിലൂടെ, ഈ ബോഷനായ ധനികന്റെ സംഭവത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഞാനെന്ന് പറയുന്ന ഭാവം ഇല്ലായ്മ ചെയ്യണതാണെന്നറിയാം. അയോഗ്യരായ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടേതായ കുറേ ലോകത്തും ഞങ്ങളുടേതായ സ്വാർത്ഥപരമായ ചില ജീവിത ശൈലികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഈശോയെ, അതിൽ നിന്നൊരു വിടുതൽ എനിക്ക് തന്ന് എന്നെ നിർമ്മലനാക്കി മാറ്റാൻ ഞങ്ങളെ ഒരു ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുമായുള്ള സൗഹൃദം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകി ഞങ്ങളെ ബോഷ എന്ന് വിളിക്കാതെ സ്നേഹിത എന്ന് വിളിക്കുന്ന ഒരു ആത്മീയത ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടവരുത്തുമാറാകട്ടെ. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.